യേശു സ്വർഗരാജ്യത്തിൻ്റെ കവാടം എങ്ങനെയിരിക്കുമെന്ന് ശിഷ്യന്മാരെയും ഈ ഭൂമിയിലുള്ള ജനങ്ങളെയും തുറന്നു കാണിച്ചു. സ്വർഗരാജ്യത്തേക്കുള്ള കുറിച്ചുള്ള അനുഭവങ്ങൾ കേട്ടപ്പോൾ ഈ സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും പോകണമെന്നുള്ളതായ ഒരു താല്പര്യം, ഒരാഗ്രഹം, അതിരുകവിഞ്ഞ ഒരു സാധ്യത അതിലേക്ക് ജനങ്ങൾ ആരായുവാൻ തുടങ്ങി. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നതായ ജനങ്ങളോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും കർത്താവേ കർത്താവേ എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കും, ആശ്വസിച്ചിരിക്കും. കർത്താവ് നമ്മോട് സംസാരിക്കുന്നുണ്ടല്ലോ, കർത്താവ് നമ്മോട് ഇടപെടുന്നുണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടല്ലോ, നമുക്ക് അത്ഭുത പ്രവൃത്തികൾ പലതും ചെയ്യുവാൻ കഴിയുന്നുണ്ടല്ലോ. കർത്താവ് അതിനുശേഷം പറയുക, യേശു അതിനുശേഷം പറയുന്നു, നിങ്ങളിൽ പലരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നവർ കാണും, അസാധ്യമായ പ്രസംഗം കാഴ്ചവെക്കുന്നവർ കാണും. നിങ്ങളിൽ പലരും നിങ്ങളിൽ തന്നെ നീതിമാന്മാരെന്ന് നിങ്ങൾ നനയ്ക്കുന്നവർ കാണും. പക്ഷെങ്കിൽ നിങ്ങൾ ആരെന്ന് ഒരു കഷ്ടത വരുമ്പോൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുവാൻ കഴിയും. യേശു പറയുക, പാറമേൽ അടിസ്ഥാനമിട്ടവൻ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവനോട് തുല്യൻ. അവൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിതതായ ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിക്കുന്നതായ കൊടുങ്കാറ്റ്, ആഞ്ഞടിക്കുന്നതായ വലിയ തിരമാലകൾ, പരിശോധനകൾ, കഷ്ടതകൾ അവന് നേരെ ആഞ്ഞടിക്കുമ്പോൾ അതിൽ തകർന്നു പോകാതെ അവന് നിലനിൽക്കുവാൻ കഴിയും. അവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുന്നത്. മനുഷ്യരുടെ മുൻപിൽ വരുവാനിരിക്കുന്നതായ, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ വരുവാനിരിക്കുന്നതായ ഒരു അഗ്നിശോധനയെക്കുറിച്ചാണ് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തത്. നമ്മളെ നാം അറിയാതെ തകർത്ത് കളയുന്ന പരിശോധനകൾ. പലപ്പോഴും നമ്മുടെ ബുദ്ധികേട് കൊണ്ട് നമ്മൾ മണലിൽ മേൽ വീട് പണിത മനുഷ്യരെ പോലെ ആയിപ്പോവും. മനഃപൂർവമല്ല അങ്ങനെ ആയിത്തീരുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ തുടക്കം എങ്ങനെയാണോ അങ്ങനെയാണ് അവന് തുടരുക, അല്ലെങ്കിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത്. നിന്റെ തുടക്കം ശരിയാണെങ്കിൽ, അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ അടിസ്ഥാനം കുറച്ച് മുൻപോട്ട് പോയതിന് ശേഷം നിന്റെ അടിസ്ഥാനത്തെ തിരിഞ്ഞു നോക്കുകയല്ല. ദൈവം നിന്നെ വിളിച്ച നാളിൽ, കർത്താവ് നിന്നെ വിളിക്കുന്ന നാളിൽ, ദൈവത്തിൻ്റെ സന്തോഷം നിന്നുമായി പങ്കിടുന്നതായ ദിവസം നിന്റെ ജീവിതത്തിൽ നീ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തെക്കുറിച്ച് നിനക്കൊരു ബോധമുണ്ടാകും. എങ്ങനെയാണ് നിന്റെ യാത്ര നീ തുടരുവാൻ നീ ആഗ്രഹിക്കുന്നത്? ഏത് വണ്ടിയിലാണ്, ഏത് വാഹനത്തിലാണ് നീ കയറുന്നത്? ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നിന്റെ യാത്ര. യാത്രയിൽ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. യേശു പറയുകയാണ്, വീര്യപ്രവൃത്തികൾ ചെയ്തെന്നും അനേക മഹത്വങ്ങളുമൊക്കെ നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ കവാടത്തിൽ വന്നുകൊണ്ട് എന്നോട് ന്യായീകരിച്ച് സംസാരിക്കും. നിങ്ങളുടെ കയ്യിൽ ധാരാളം സർട്ടിഫിക്കറ്റുകൾ കാണും, അനേക ബഹുമാന പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് എടുത്തു കാണിക്കുവാൻ കഴിയും. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ പെട്ടി നിറയെ നിങ്ങൾ വാരിക്കൂട്ടിയ അവാർഡുകളുമൊക്കെ, ബഹുമാനാർത്ഥം പലരും നിങ്ങളെ ബഹുമാനിച്ചിട്ടുള്ളതായ സാക്ഷ്യപത്രങ്ങളൊക്കെ നിങ്ങൾ എന്നെ എടുത്തു കാണിച്ചേക്കും. പക്ഷെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്ന മറുപടി, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുകയും. ദൈവത്തിന് സ്തോത്രം. അതെന്താ അങ്ങനെ? അതൊരു ന്യായമായ കാര്യമാണോ? കർത്താവിന് വേണ്ടി അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തവരും വീര്യപ്രവൃത്തികൾ ചെയ്തവരും അത്ഭുതകരമായ പല പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ കാഴ്ചവെച്ചവരോട് കർത്താവ് അങ്ങനെ പറയുകയോ? ഇല്ല, അങ്ങനെ തന്നെ പറയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, വിശ്വാസ ജീവിതത്തിൽ ഒരു പരിശോധനകൾ നിറഞ്ഞതായ, പ്രതികൂലങ്ങൾ നിറഞ്ഞതായ ഒരു വലിയ കഷ്ടതയുടെ മാർഗത്തെക്കുറിച്ച് യേശു അവിടെ തുറന്നു കാണിക്കുകയാണ്. ഞാൻ പറയുന്നു, യേശുവിലാണ് നിങ്ങൾ അടിസ്ഥാനമിട്ടതെങ്കിൽ യേശുവിനെ കേവലം ഒരു പാറയായിട്ടല്ല കർത്താവ് അവിടെ എടുത്തു കാണിക്കുന്നത്.
കഷ്ടതകളിൽ പതറിപ്പോകാത്തവൻ, പരിഹാസങ്ങളിൽ പകതറിപ്പോകാത്തവൻ, ഇടർച്ചകളിൽ താണുപോകാത്തവൻ, തിരസ്കരങ്ങളിൽ തകർന്നു പോകാത്തവൻ, അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ വിജയം പ്രാപിച്ച ഒരു വ്യക്തിയുടെ മേൽ നാം നമ്മുടെ അടിസ്ഥാനം ഇടുകയാണെങ്കിൽ മുൻപോട്ടുള്ളതായ ജീവിതം പരിഹാസങ്ങൾ നിറഞ്ഞതാണ്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങുവാൻ അനേക സന്ദർഭങ്ങൾ നിന്റെ മുൻപിൽ വരും. യേശു ശിക്ഷിക്കപ്പെട്ടതൊന്നും യേശുവിൻ്റെ കുറ്റം കൊണ്ടല്ല, യേശു ചെയ്ത കുറവുകൾ കൊണ്ടല്ല. അവൻ ചെയ്യാത്ത പാപങ്ങൾക്ക് വേണ്ടി, ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങി. ഇതേ അനുഭവമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും തന്നിൽ വിശ്വസിച്ച് തൻ്റെ വാക്കുകൾ കേൾക്കുവാൻ തന്നെ മുൻപിൽ കൂടിയിരുന്നവരോടും കർത്താവിന് പറയുവാനുണ്ടായിരുന്നത്. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ ശിക്ഷിക്കപ്പെടും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റുകൊള്ളുവാനും അംഗീകരിക്കുവാനും ഒട്ടും തന്നെ കഴിയാത്തതായ ഒരു കാര്യം നാം ചെയ്യാത്ത പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുക. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് നാം ഒരിക്കൽ പോലും മനസ്സറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്കുള്ളതായ താഴ്ത്തിക്കെട്ടുകൾ, ശിക്ഷ ഏറ്റുവാങ്ങുവാൻ വിധിക്കപ്പെടുക, അതൊക്കെ വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. ഹൃദയം തകർന്നു പോകുന്ന കാര്യമാണ്. യേശു അങ്ങനെ സഹിച്ചു. യേശുവിന് അങ്ങനെ അനുഭവം ഉണ്ടായി. തൻ്റെ ന്യായങ്ങൾ ഒന്നും വിലപ്പോയില്ല. തൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല. തൻ്റെ മുഖത്തെ ആദരിച്ചില്ല. താൻ പറഞ്ഞതായ സത്യമായ കാര്യങ്ങൾ അവിടെ വിലപ്പോയില്ല. സകലതും അസത്യമെന്നും സകലതും അന്യായമെന്നും സകലതും ഭോഷ്കെന്നും തനിക്കെതിരെ വിധിച്ചുകൊണ്ട് കള്ളന്മാർക്ക് കൊടുക്കുന്ന ശിക്ഷാവിധിയിൽ തന്നെയും അകവാക്കാക്കിക്കളഞ്ഞു. ഒരു കള്ളനോടൊപ്പം നമ്മളെ എണ്ണുക, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും മോഷ്ടിക്കുവാനും വീടുകളും അല്ലെങ്കിൽ അനേക കാര്യങ്ങൾ തുരക്കുവാനും അനേകരുടെ കഷ്ടതയ്ക്കും സങ്കടത്തിനും വഴിവെച്ചതായ ജീവിതങ്ങളോട് നമ്മളെ ചേർത്തിണയ്ക്കുക സഹിച്ചുകൂടാത്ത കാര്യമാണ്. മരണത്തിൽ പോലും കള്ളന്മാരോട് ചേർത്ത ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരെ ചേർത്ത് ക്രൂശിക്കുക. തനിച്ച് ക്രൂശിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ സഹിക്കാമായിരുന്നു. ആ മരണത്തിൽ പോലും അവനോട് അങ്ങനെ കാണിച്ചു. യേശു ആ രണ്ട് കള്ളന്മാരെയും ചേർത്തണയ്ക്കുന്നത് പോലെ ആ ക്രൂശിൽ കിടന്നുകൊണ്ടും സുവിശേഷം അറിയിക്കുകയുണ്ടായി. ഒരുത്തരും നശിച്ചു പോകാതെ തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. തന്നെ കർത്താവേ കർത്താവേ എന്ന് കേവലം വിളിക്കുകയല്ല, അവർ കഷ്ടതയിൽ കൂടെ കടന്നു പോകണം, കഷ്ടതയിൽ നിലനിൽക്കണം, പരിശോധനയിൽ തകരരുത്. അവർ നിത്യജീവൻ അവകാശികളാകണം. അവർ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് കൂട്ടാളികളായിരിക്കണം. സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് തികയ്ക്കുന്നവരായിരിക്കണം. അതായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷകരമായി ഉല്ലാസകരമായി ഉയർത്തപ്പെട്ട അനുഭവമാണ് നിനക്കെപ്പോഴും ഉണ്ടാകുന്നത് എന്ന് നീ വിചാരിക്കരുത്. സാമ്പത്തികമായ ഒരു പക്ഷെങ്കിൽ നിനക്ക് ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടായേക്കാം. അല്പനാളുകൾ മാത്രമേ ആ സമ്പത്തും ഐശ്വര്യവും സ്ഥാനമാനങ്ങളും നമ്മോടൊപ്പം സഞ്ചരിക്കുകയുള്ളൂ. അതിനുശേഷം ഏത് ധനികനെയും അവരുടെ സമ്പത്തും അവരുടെ ഐശ്വര്യവും കൈവിടുന്ന ഒരു നിമിഷങ്ങളുണ്ട്. മിക്കവാറും ധനികരുടെ അവസാനം ആശുപത്രികളിലെ ICUയിൽ മാത്രമാണ്. അവരുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും കണ്ടൊരു വാക്ക് മൊഴി പറയുവാൻ, ഒരു യാത്ര പറയുവാൻ പോലും വിധിയില്ലാതെ കേവലം കെട്ടടയ്ക്കപ്പെട്ടതായ ഒരു ആശുപത്രി ബെഡിൽ അനേക യന്ത്രങ്ങളുടെയും സംവിധാനങ്ങളുടെയും ആധുനിക സജ്ജീകരണങ്ങളുടെയും കണക്ഷനോടുകൂടെ ആയുസ്സിൽ കെട്ടിപ്പടുത്തതായ സകല മഹത്വങ്ങളെയോടും യാത്ര പറഞ്ഞുകൊണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു നേരത്തെ അല്പം വെള്ളം പോലും തരുവാൻ നിനക്കാരുമില്ലാതെ നിന്നോടൊരു യാത്ര പറഞ്ഞ് ഒരു സന്തോഷത്തോടുകൂടി നിന്നെ യാത്രയയക്കുവാൻ ആരുപോലും നിന്റെ അടുത്തില്ലാത്തതായ ഒരു ദുരവസ്ഥ. അങ്ങനെയാണ് പല പ്രമുഖർക്കും ഉണ്ടാകാറുള്ളത്. എന്നാൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ്സിൽ അർത്ഥങ്ങളുണ്ട്. അവൻ്റെ അവസാനത്തിൽ അതിന് ചില മഹത്വങ്ങളുണ്ട്. അവനെ ചെന്നൊന്ന് കാണുക. നീതിമാന്റെ
യാത്ര എത്ര ഉല്ലാസകരമാണ്, മനോഹരമാണ്. അവൻ സമ്പാദിച്ചതും അവൻ കെട്ടിപ്പടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകുന്നതിന് അവൻ ഒരു മനസ്സുകേടുമില്ല. അതിനെയെല്ലാം മരണത്തിന് എത്രയോ ദിവസങ്ങൾ മുമ്പ് അവൻ വിട്ടിരിക്കും. അവൻ്റെ മനസ്സിൽ നിന്നും അതിനോടൊക്കെ യാത്ര പറഞ്ഞിരിക്കും. ഒന്നുമില്ല, മായയാണെന്ന് അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ടാകും. അങ്ങനെ വെളിപ്പാടുള്ളതായ ഒരു മനുഷ്യൻ മരണത്തിനും യാത്രയ്ക്കും മുൻപേ ഈ ലോകത്തിലെ മഹത്വങ്ങളോട് അവൻ യാത്ര പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിൽ തനിക്കായി വെച്ചിരിക്കുന്നതായ മഹത്വങ്ങളുടെ ശ്രേഷ്ഠതയെ കണ്ടുകൊണ്ട് അതിലേക്ക് കാഞ്ഞു പോകുവാൻ ധൃതിപ്പെടുന്നതായ ഒരു ഹൃദയം, ഒരാത്മാവ് ദൈവം അവന് കൊടുക്കും. അങ്ങ് ദൂരെ അവൻ വിശ്വാസത്തിൽ ആ വലിയ മനോഹരമായ ദേശത്തെ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ കാണിക്കും. അവൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല എന്ന് അവിടെ വെച്ച് അവനൊരു കൺഫർമേഷൻസ് ഉണ്ടാകും. അങ്ങനെയാണ് പ്രത്യാശയോടെയുള്ള ഒരു യാത്ര ഇപ്പോൾ അവന് സാധിക്കുന്നത്. അങ്ങനെയാണ് പ്രത്യാശയുള്ളതായ ഒരു തീരത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ മുഖം പ്രകാശിക്കുന്നത്. അവൻ്റെ മുഖത്ത് തേജസ് ഉണ്ടാകും. ഇല്ലായെങ്കിൽ എന്താണെന്ന് അറിയാമോ? പിച്ചും ഭ്രാന്തും ഒക്കെ പറയും, അനേക ശാപവാക്കുകൾ പറയും, നാക്ക് കടിച്ച് മറ്റുള്ളവരോട് ദേഷ്യപ്പെടും. താൻ കടന്നു വന്ന അല്ലെങ്കിൽ പ്രവേശിക്കുവാൻ പോകുന്ന ദുർഘടമായ വാതിലിനെ കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ കവാടത്തിൽ വന്നു നിന്നുകൊണ്ട് നീ ലജ്ജിക്കുവാൻ പാടില്ല. ഈ ഭൂമിയിലെ നിന്റെ അത്ഭുതമാർന്ന പ്രവർത്തനങ്ങളുടെ ശ്രേഷ്ഠതയല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ഏതെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാനുള്ളതായ നിന്റെ മനസ്സൊരുക്കമാണ് സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങളിൽ തടസ്സമില്ലാതെ അതിൽ പ്രവേശിക്കുവാൻ നിന്നെ സാധ്യമാക്കുന്നത്. സ്വർഗം നല്ലതാണ്, മനോഹരമാണ്. സ്വർഗത്തിലെ അവസ്ഥകളെ കേട്ടാൽ നമുക്ക് കൊതിയോ തോന്നിപ്പോകും. മനോഹരമാണ്, നിത്യമാണ്, തേജസ്സേറിയതാണ്. പക്ഷെങ്കിൽ അത് പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് കർത്താവ് പറയുന്നു. യേശു അതിൻ്റെ വാതിലുകളെ തുറന്നു കാണിച്ചപ്പോൾ ജനങ്ങൾക്കും ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും അതിനെക്കുറിച്ച് വലിയൊരു മോഹമുണ്ടായി, അതിൽ കടക്കണമെന്നൊരു താല്പര്യമുണ്ടായി. കർത്താവ് അവരെ നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കണമോ? എങ്കിൽ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ടായില്ല. എന്നെ അയച്ചവന് ഒരു ഇഷ്ടമുണ്ട്, ഒരു ശുദ്ധീകരണം. ആ ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട ഒരു മനുഷ്യനോട് തുല്യൻ. ക്രിസ്തു എന്ന പാറമേൽ നിന്റെ അടിസ്ഥാനം നീ ഇടുന്നുണ്ടെങ്കിൽ അവനേറ്റ കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നു പോകുവാൻ ഒരു മനസ്സൊരുക്കം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. കേവലം ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടത് കൊണ്ട് നീ വീഴാതിരിക്കുമോ? ഇല്ല. ആ ക്രിസ്തുവിൻ്റെ കഷ്ടതയിൽ കൂട്ടാളികളാകുവാൻ നിന്റെ മനസ്സൊരുക്കമുള്ള ഒരു വ്യക്തിയായി ആ പാറമേൽ പണിയപ്പെടുന്ന ഒരു ഭവനമാണ് വീഴാതിരിക്കുന്നത് എന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നു. വൻമഴ ചൊരിഞ്ഞു, കൊടുങ്കാറ്റടിച്ചു, ഓളങ്ങളടിക്കുകയുണ്ടായി, പരിശോധനകൾ വന്നു, ഒന്നിനു പുറകെ ഒന്നായി വന്നു. ഇന്ന് തകർന്നു പോകും, നാളെ തകർന്നു പോകുമെന്ന് ചിന്തിച്ചതായ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ പിന്നിടുവാൻ ദൈവം അമിതമായ കൃപ തന്നു. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഈ പകുതിയിലും ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. വീണ്ടും വീണ്ടും നിന്റെ ജീവിതത്തിൽ പോരായ്മകളും തകർച്ചകളും ഉണ്ടായേക്കാം. എങ്കിലും ഒന്ന് മനസ്സിലാക്കുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് സ്വർഗരാജ്യത്തിൽ കടക്കുവാനാണ്, സ്വർഗം നമുക്ക് നൽകുവാനാണ്. ഈ ഭൂമിയിലെ കഷ്ടതയൊക്കെ മാറി ഒരു സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്കായി നൽകിയിരിക്കുന്നതായ അവസരങ്ങൾ, ഈ സമയമാണ് നമ്മൾ അതിനായിട്ടുള്ളതായ ഒരു പ്രവേശനം കെട്ടിപ്പടുക്കേണ്ടത്. ഈ ജീവിതത്തിൽ വെച്ച് അങ്ങനെയുള്ളതായ ഒരു വെളിപ്പാട് ദൈവം നമുക്ക് തരുമ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതായ ഒരു ഹൃദയത്തിലെ ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനിടയായിത്തീരും. നാം എന്ത് ചെയ്യേണ്ടു, എങ്ങനെ ജീവിക്കേണ്ടു, എങ്ങനെ സംസാരിക്കേണ്ടു,
എന്നെല്ലാം നമുക്ക് ഉപദേശം തരുന്നതായ ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരും. ആത്മാവ് നമ്മെ നീതിയുടെ മാർഗത്തിലേക്ക് നടത്തും, സത്യത്തിലേക്ക് നടത്തും. ഈ ഉപദേശം നമ്മുടെ തലമുറകൾക്ക് നമ്മൾ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ആ തലമുറകളും നീതിയുടെ മാർഗത്തിലേക്ക് കടന്നു വരുന്നതിനിടയായിത്തീരും. നിത്യജീവന്റെ കവാടത്തെക്കുറിച്ച് അവർക്കെല്ലാം ബോധം വരുത്തുക. വരുവാനിരിക്കുന്ന തലമുറകളും ആ വാതിലുകളെ കണ്ട് ഇഷ്ടപ്പെടുവാൻ, ആഗ്രഹിക്കുവാൻ, അതിൽ പ്രവേശിക്കുവാൻ ഈ വചനങ്ങൾ നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.